തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങൾ അത് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വരൂ എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ജിതിനൊക്കെ സംസാരിക്കുമ്പോൾ അതിനകത്ത് അസ്ഥിയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള ചില സംശയങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ വാഹനം എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു ക്യാബിൻ പാർട്ടിലേക്ക് പോയിട്ടുള്ള SDRF സംഘാംഗങ്ങൾ മാത്രമാണ്. അവരെടുത്തിരിക്കുന്ന ബോഡി പാർട്ടുകളാണ് ഇന്നലെ മോർച്ചറിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു പരിശോധന ഈ ഒരു ക്യാബിനകത്ത് നടന്നിട്ടില്ല. മറ്റൊന്ന് അർജുൻ ഉപയോഗിച്ചിട്ടുള്ള ഫോൺ, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് സാധനങ്ങൾ, പേഴ്സ്, അങ്ങനെയുള്ള മറ്റ് രേഖകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒരുപക്ഷെ ആ ക്യാബിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ബർത്ത്, പിറകിൽ കിടക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ ബർത്തിൻ്റെ പോർഷനിലെ ആ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ മണ്ണ് കെട്ടിക്കിടക്കുന്ന അംശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഫ്രണ്ട് പോർഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഡോറിൻ്റെ ആ പാർട്ട് കംപ്ലീറ്റ്, ആ ഡോറ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡോറ് നമുക്ക് കാണാവുന്ന രീതിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതൊക്കെ ആ മണ്ണിൽ അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഇരുമ്പ് ഭാഗങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അവിടെ നിന്നും കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം അതിനകത്ത് വിശദമായ ഒരു പരിശോധനയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ അവിടെ നിന്നും മാറിയിട്ടുണ്ട്. ആ ക്രെയിൻ പൂർണ്ണമായും അവിടെ നിന്നും മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പം കൂടി ഡ്രഡ്ജർ ഈ മേഖലയിലേക്ക് അടുപ്പിക്കുമോ അല്ലെങ്കിൽ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ്റെ സേവനം പൂർത്തിയായോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഇനിയിപ്പോൾ മുകൾ തട്ടിൽ നിർത്തിയിരിക്കുന്ന ക്രെയിനിലേക്ക് അതിൻ്റെ പൂർണ്ണ ഭാരം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അല്പസമയത്തിനകം തന്നെ മുകൾ തട്ടിലേക്ക് വലിച്ചു കയറ്റുന്ന നടപടിയിലേക്ക് കടക്കുമെന്ന് കരുതുകയുമാണ്. അരുൺ പറഞ്ഞതുപോലെ ആ ഒരു ക്യാബിൻ പാർട്ടിലെ സീറ്റ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ആ സീറ്റ് പൂർണ്ണമായും പിറകിലേക്ക് അമർന്നു പോയ നിലയിലാണുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തുൾപ്പെടെ അതിൻ്റെ ഫ്രണ്ട് മെയിൻ ഗ്ലാസ് തകർന്ന് അതിനകത്തേക്ക് ആഘാതമേറ്റിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ താഴ്ഭാഗത്ത് അതിൻ്റെ ബമ്പർ ഉൾപ്പെടെ വരുന്ന ചേസിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് അത്തരത്തിൽ വലിയ പരിക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കൂടി പറയേണ്ടി വരും. അവിടെ അന്ന് ആ ഒരു വൈറ്റ് പോർഷനിൽ എഴുതിയിരിക്കുന്ന ആ ഒരു റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന പാർട്ടുകൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു. ഒന്ന് വെള്ളമിട്ട് തുടച്ചാൽ പോലും ആ ഭാഗം കുറച്ചുകൂടി വിസിബിളായി വരുന്ന തരത്തിൽ അതിന് കേടുപാടുകൾ സംഭവിക്കാതെ അത് നിൽപ്പുണ്ട് എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയുകയാണ്. പക്ഷേ ക്യാബിൻ്റെ മുകൾ തട്ടിൽ നിന്നും ഉണ്ടായ ആഘാതം തന്നെയാണ് പൂർണ്ണാർത്ഥത്തിൽ അത് ആ വാഹനത്തിൻ്റെ ക്യാബിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കൃത്യമായി നിർദ്ദേശങ്ങളെല്ലാം അല്ലെങ്കിൽ കൂടിയാലോചനകളെല്ലാം ക്രെയിൻ ഓപ്പറേറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇനിയിപ്പോൾ അത് ടൈറ്റൻ ചെയ്ത് മുകളിലേക്ക് വലിക്കുക എന്നുള്ള നടപടിയിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഡ്രഡ്ജറിൻ്റെ സേവനം വീണ്ടും തേടുമോ എന്നുള്ളത് സംശയകരമാണ്. കാരണം അവിടെ നിന്നും കരയിലേക്ക് അതിന് മാത്രം ദൂരം ആ ഒരു ഡ്രഡ്ജറിലെ ക്രെയിനിൻ്റെ സേവനം ലഭ്യമാക്കുക സാധ്യമല്ല. ഇവിടെ ഇപ്പോൾ ഈ ഒരു ടയറിൻ്റെ പോർഷനിലൊക്കെ വീണ്ടും പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ ഒരു ക്രെയിൻ ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെട്ട ആളുകൾ ഏതെങ്കിലും തരത്തിൽ എയർ പ്രഷർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒക്കെ അതെ അവർ ആ ഒരു ഒരു അവിടെയുള്ള ചില നട്ടുകളും ബോൾട്ടുകളും ഒക്കെ ലൂസാക്കി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികൾ അവിടെ ഒരു പുറകുവശത്തെ വീലിൻ്റെ പാർട്ടിൽ ഈ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എയർ ടൈറ്റ് ആയിരിക്കുന്ന പോർഷനാണ് എങ്കിൽ അത് റിലീസ് ചെയ്യുകയായിരിക്കാം. ഒരുപക്ഷെ അതിൻ്റെ ടെക്നിക്കലി പറയാൻ എനിക്കത്ര ധാരണയില്ല. എങ്കിൽ പോലും അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ആ വീലുകൾ കൂടി ചലിക്കുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ വന്നേക്കാം. അതിൻ്റെ പുറത്ത് നമ്മൾ കാണുന്ന പാർട്ടുകളാണ് പൂർണ്ണമായും തകർന്നു പോയിട്ടുള്ളത്. അകത്തെ ടയറിന് അത്ര കണ്ട് വലിയ പ്രശ്നങ്ങൾ കാണാനും സാധിക്കുന്നില്ല. അല്പസമയത്തിനകം തന്നെ ആ ഒരു ദൗത്യം പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കരുതുകയും ചെയ്യുന്നത്. ദീപക് മലമയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പോലെ കരയിലേക്ക് ഏകദേശം പൂർണ്ണമായി ലോറി മാറിക്കഴിഞ്ഞു. AK അഭിലാഷ, ഇനി എനിക്കൊന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ലോറി കരയിലേക്ക് എത്തിക്കാൻ സാധിക്കും, റോഡിലേക്ക് എത്തിക്കാൻ സാധിക്കും. റോഡിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ